ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ഉലുവ ലഡുവിൻ്റെ റെസിപ്പിയാണ്. ഇതിൽ ശരീരത്തിന് ആവശ്യമായ ധാരാളം വിറ്റാമിനും അതുപോലെ മിനറൽസും ധാരാളം ഫൈബറും അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാവുന്ന ഒരു പോഷക ലഡുവാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ലഡു ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 50 ഗ്രാം ഉലുവ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ചൂടായ പാനിലേക്ക് ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് നേരം കൊണ്ട് ഇത് നന്നായി ഒന്ന് ചൂടായി കിട്ടും. കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയൊരു ജാറിലിട്ട് ഇതൊന്ന് തരിത്തരിപ്പായിട്ട് പൊടിച്ചുകൊണ്ടുവരാം. ഇപ്പൊ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് തരിത്തരിപ്പായിട്ട്. ഇത് നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ആവശ്യമാണ്. ഒരു 50 ഗ്രാം നെയ്യ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഉലുവ കുറച്ച് കയ്പുള്ളൊരു സാധനമാണ്. ഇതൊരു മിനിമം ഒരു ദിവസമെങ്കിലും ഈ നെയ്യിൽ കിടന്ന് ഇതിൻ്റെ കയ്പൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം ഇത് മിക്സ് ചെയ്ത് വെക്കുന്നത്. 2 ദിവസം വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പം ഞാനിതൊരു ഒരു ദിവസം മുഴുവൻ ഈ ഉലുവയും നെയ്യിലും കടന്ന മിക്സിംഗ് ആണിത്. ഇത് നമുക്ക് ഒരു പാനിലിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിരുന്നു. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഉലുവയും നെയ്യും കൂടെ ഈ മിക്സർ നമുക്ക് പാനിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇത് നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിലേക്ക് ഒരു 100 ഗ്രാം കൊപ്ര ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇത് വറുത്തെടുക്കാം. അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇതെല്ലാം ചൂടാറി കഴിഞ്ഞിട്ട് ഒന്ന് തരിത്തരിപ്പായിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇനി നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിരുന്നു. ഇതിലേക്ക് ഇട്ട് കൊടുത്തത് ഗോന്തെന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്, എഡിബിൾ ഗമ്മും പറയും. ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മിക്ക മൂലകങ്ങളും അടങ്ങിയിട്ടുള്ള ഒന്നൊന്നരം ഒരു ഹെർബൽ, അതായത് ഒരു ഔഷധ ഗുണമുള്ളൊരു സാധനമാണിത്. ഇത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതും പൊടിച്ചെടുക്കണം. ഇനി ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സും കൂടി നമുക്ക് ഈ ബാക്കിയുള്ള നെയ്യിൽ നമുക്ക് വറുത്തെടുക്കാം. ഒരു 50 ഗ്രാം ബദാം, ഒരു 50 ഗ്രാം കാഷ്യൂ നട്ട്സ്, ഒരു 50 ഗ്രാം കറുത്ത മുന്തിരി എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കാം. ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഇതേ പാനിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായി വറുത്ത് കോരണം ഈ നെയ്യിൽ. ഈ ഗോതമ്പ് പൊടിയുടെ കളറൊക്കെ കുറച്ച് മാറി തുടങ്ങിയിട്ടുണ്ട്, കരിയണ്ട. അപ്പോൾ അത് നമുക്കിത് കോരി മാറ്റാം. ഇനി ഈ പാനിൽ തന്നെ ഒരു 250 ഗ്രാം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഹെൽത്തി ലഡു ആയതുകൊണ്ട് മധുരം ഒരു മിനിമത്തിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ മധുരം ആവശ്യമുണ്ടെങ്കിൽ ഒരു 100 ഗ്രാമും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ശർക്കര മെൽട്ടായിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ വറുത്ത എല്ലാ സാധനങ്ങളും നമ്മൾ തരിത്തരിപ്പായി പൊടിച്ചുകൊണ്ടുവരാം.
അതിനുശേഷം ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കണം. ആദ്യം നമ്മൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് പൊടിച്ചെടുത്ത ഡ്രൈ ഫ്രൂട്ട്സ്, കൊപ്ര, ഇനി ഗോതമ്പ് പൊടിച്ചത്, ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത്, 1 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്, ഇനി നേരത്തെ നമ്മൾ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയെടുത്ത നെയ്യും അതുപോലെ ഉലുവയുടെ മിശ്രിതം, ഇനി ശർക്കര മെൽറ്റ് ചെയ്തത്, ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കൈ കൊണ്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഇത് കൈ കൊണ്ട് വലിപ്പത്തിനനുസരിച്ച് ലഡു നമുക്ക് ഇതെല്ലാം കൂടെ നമ്മൾ ഓരോന്നോരോന്ന് ഉരുട്ടി ലഡു ഉണ്ടാക്കി എടുക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡു ആണ്. ഒരു 1-2 മാസം കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി വ്യത്യസ്തമായ ഒരു വീഡിയോ വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.